വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ലൈഫ് ആൻഡ് മൈ തോട്ട്സ്. ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അത് ഒരുപാട് പ്രിപ്പറേഷനോട് കൂട്ടൊന്നും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നതല്ല. അപ്പം ഞാൻ ഇപ്പം 2 ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാലും ഏത് ന്യൂസ് ചാനൽ വെച്ചാലും നമ്മളൊരു മലയാളികൾ എല്ലാവരും തന്നെ കാണുന്നൊരു വിഷയം, കുറേ എല്ലാവരും കാണുന്നതെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഹണി റോസ് പരാതിക്കാരിയായിട്ട് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുന്നത്. ഞാനും മനസ്സിലാക്കിയിരിക്കുന്നു. ഹണി റോസ് പരാതി കൊടുത്തു എന്നുള്ളതും അതിന് ആസ്പദമായ സംഗതികളും എല്ലാം നമ്മൾ ചർച്ചകളിൽ നിന്നും മീഡിയകളിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, ന്യൂസുകളിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഇപ്പം ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ വീഡിയോ കുറേ പേർക്കൊക്കെ അറിയുന്നൊരു ചാനലായിരിക്കും. ചാനലിൻ്റെ പേരെനിക്കറിയില്ല. ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളാണ് ഡോക്ടർ പറയാറ്. എല്ലാം ഭൂരിഭാഗം കാണാറുണ്ട്. ഡോക്ടറെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഡോക്ടർ ഇന്ന് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ അഭിപ്രായം പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും വെൽ സെഡാണ്. അപ്പോൾ അതിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഹണി റോസ് ചെയ്തത് വളരെ ഐഡിയലായ കാര്യമാണ്. പെൺകുട്ടികളെല്ലാവരും പെൺകുട്ടികളെന്ന് മാത്രമല്ല, അങ്ങനെയല്ല. ഡോക്ടർ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മുഴുവനായിട്ട് ഇപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല. ഒരു പ്രാവശ്യം വീഡിയോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഡോക്ടർ പറയുന്നുണ്ട്, ഇങ്ങനെ സൈബർ ബുള്ളിങ് എന്നല്ല, ഇങ്ങനത്തെ അധിക്ഷേപങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും പരാതിയായിട്ട് മുന്നോട്ട് വരണം. ഇവർക്കൊക്കെ കുറച്ചൊരു ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇത് നിൽക്കുള്ളൂ. എന്ത് വിളിച്ച് പറയാന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും പരാതിയായിട്ട് മുന്നോട്ട് വരണം എന്നുള്ള രീതിയിൽ ഡോക്ടർ ഒരു അഭിപ്രായം പറയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ ഒന്ന് ചെയ്യണം. കാരണം ഞാനൊരു പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ട് എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ആ പരാതിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരിടാവുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഹരാസ്മെൻറ്റുകളും നേരിടും ചെയ്തു. എല്ലാ ബുദ്ധിമുട്ടുകളും. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ മസ്കറ്റിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം മുന്നേ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഈ 2 ദിവസം ചാനലിലെല്ലാം ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചർച്ചകളാണെങ്കിലും ഇതിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനത് കാണുന്നതിനുള്ളൊരു കാരണം ഉണ്ടായി. 2 ദിവസം മുന്നേ യാദൃശ്ചികമായിട്ട് ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ മനോരമ ന്യൂസിൻ്റെ ന്യൂസ് ചാനലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 24 ന്യൂസ് അതിൻ്റെ ചാനലിൽ ഞാൻ കാണുകയാണ്. എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഹണി റോസിൻ്റെ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്യും. പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പിൽ നിന്ന് ഇറക്കുന്നൊരു സംഗതി. അപ്പോൾ ആ ഒരു മാഡം പറയുന്നുണ്ട് 30ഓളം പേർക്കെതിരെ കേസെടുക്കും. അവർ ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെ യാതൊരു വിലയും വയ്ക്കാതെ അധിക്ഷേപിച്ചുകൊണ്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തു. അങ്ങനെ പരാതികളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യം പറയുകയും ചെയ്തു. പിന്നെ അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പിറ്റത്തെ ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം. ഓക്കെ, അത് ഞാൻ ഹണി റോസ് ആണോ ശരി, ബോബി ചെമ്മണ്ണൂറാണോ ശരി, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതെല്ലാം അതിപ്പോൾ നിയമപരമായിട്ട് എല്ലാവരും നോക്കി കാണുന്നു. പിന്നെ ഓരോരുത്തർക്കും കുറേ പേർക്ക് 2 രീതിയിലും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. പിന്നെ എന്തായാലും ആരെയും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള അതും പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഞാനതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. അത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഇഷ്ടംപോലെ നമ്മുടെ സമൂഹത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്ക് തീരുമാനം എടുക്കാനും എല്ലാ രീതിയിലും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിൽ പോലീസ് കേസ് എടുത്തു എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടു. നോർത്ത് സെൻട്രൽ സോണിൽ പോലീസ് സ്റ്റേഷനിലെ പ്രതിനെ ഇറക്കുന്ന രംഗം കണ്ടപ്പോൾ പോലീസിന് ഇതിൽ കേസെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നും, നിങ്ങൾക്ക് ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ ഈ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്തിയ പോലീസിന് കേസെടുക്കാനുള്ള അധികാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല, പിന്നെ എന്താ നിങ്ങൾക്ക് ഇതിലൊരു പുതുമ തോന്നിയതെന്നുള്ളത് കാണുന്ന ആർക്കും തോന്നും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 2023 ഒക്ടോബർ മാസം 31-ാം തീയതി ഞാൻ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു സൈബർ ആയിട്ടൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ്. ഓൺലൈനിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞാനത് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഫോളോ അപ്പ് ചെയ്ത അതേ ദിവസം തന്നെ ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ കാണുകയാണ് മെയിലിൻ്റെ. ഈ പരാതി ക്ലോസ് ചെയ്തു എന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്ന നമ്പറിൽ വിളിച്ച് നോക്കി എന്താണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഫോണിൽ ലഭ്യമായില്ല.
അവരെന്തെങ്കിലും തിരക്കായിരിക്കാം, പോലീസിന് തിരക്കുണ്ടായിരിക്കാം, ഞാൻ അങ്ങനെ കരുതി. അപ്പം എനിക്ക് ഇമെയിൽ വന്ന് അതേ ഇതിൽ തന്നെ ഞാൻ റിപ്ലൈ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഇത് എൻ്റെ പരാതി ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ചോദിച്ചത്, എന്താണെന്ന് ഇപ്പം ഞാൻ മീഡിയയുടെ മുന്നിൽ പറയുമ്പോഴാണ്. പക്ഷേ ഇങ്ങനെ ഒരു മെയിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയായിട്ട് ഞാൻ അന്വേഷിച്ചിരുന്നു, കാര്യം എന്താണെന്ന് അന്വേഷിച്ചിരുന്നു. അങ്ങനെ എൻ്റെ പരാതി ക്ലോസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 23, 2023 ഞാൻ തിരൂർ DYSP ഓഫീസിൽ പരാതി കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ പരാതി കൊടുത്ത് ഞാൻ ഡേറ്റാണ് ഇതിൽ നോക്കിയതിട്ടാ. മറുപടി കിട്ടാതെ ആയപ്പോൾ മറുപടി കിട്ടാതെ ആയി വീണ്ടും SP കൊടുത്തു. അപ്പോൾ SP ഓഫീസിൽ നിന്ന് വീണ്ടും DYSP ഓഫീസിലേക്ക് പരാതി വീണ്ടും കൈമാറുന്നു. അങ്ങനെ എൻ്റെ മൊഴി എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മൊഴി രേഖപ്പെടുത്തി. എൻ്റെ ഓൺലൈനിൽ തന്നെ അവർ രേഖപ്പെടുത്തി. അവർ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് മൊഴി രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, പരാതി പിൻവലിക്കുകയാണെങ്കിൽ പരാതിയല്ല, ഒരു കമൻറ്റാണ്, കമൻറ്റ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേസ് വേണ്ടല്ലോ എന്ന് വീണ്ടും പല എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കമൻറ്റ് പിൻവലിച്ചതുകൊണ്ട് എനിക്ക് ഏറ്റ മനഹാനി ഇല്ലാതെയാവുന്നില്ല. എൻ്റെ ആവശ്യം, ഞാൻ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യം, എനിക്കെതിരെ എന്നെ ബുദ്ധിമുട്ടിച്ചതിനും എനിക്ക് ഏറ്റ മനഹാനിക്കും എൻ്റെ കുടുംബത്തിന് മൊത്തമായിട്ട് മനഹാനിയില്ല. കാരണം എൻ്റെ കുടുംബം മൊത്തമായിട്ടുള്ള ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ കൂടിയുള്ള ഫോട്ടോ ആണ്. അപ്പോൾ അതിൽ എല്ലാവർക്കും കൂടി ഏറ്റ അപമാനമാണ്. അതുകൊണ്ട് കമൻറ്റ് പിൻവലിക്കലല്ല എനിക്ക് ആവശ്യം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. പിന്നെ എന്നെ വായിച്ച് കേൾപ്പിച്ചതുമാണ്, ഞാൻ പറഞ്ഞ മൊഴികൾ എന്നെ വായിച്ച് കേൾപ്പിച്ചതുമാണ്. പിന്നീട് ഞാൻ തുടർച്ചയായിട്ട് ഇതിൻ്റെ എന്താണ് റിപ്പോർട്ട് എന്നുള്ളത് ഞാൻ അന്വേഷിക്കുമ്പോഴൊന്നും എനിക്ക് വ്യക്തമായ മറുപടി എനിക്ക് അത് ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് DYSP ഓഫീസിൽ കൊടുത്തു. DYSP ഓഫീസിൽ നിന്ന് SP ഓഫീസിൽ ഞാൻ DYSP ഓഫീസിൽ വിളിച്ചാൽ പറയും തിരൂർ സ്റ്റേഷൻ അന്വേഷിക്കാം, തിരൂർ വിളിച്ചാൽ പറയും SP ഓഫീസിൽ അന്വേഷിക്കാം. അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടേയിരുന്നു. മാസങ്ങളോളം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഡേറ്റുകളെല്ലാം ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം എൻ്റെ ഫോൺ ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ മൊബൈലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്, അവിടുന്ന് ലാൻഡ് ഫോണിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. എന്നാലും എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ കോൾ ലിസ്റ്റുകൾ നോക്കിയാൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മുടെ പരാതിയാകുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാവുമല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിനുശേഷം എനിക്ക് വന്ന മറുപടി പ്രകാരം പറഞ്ഞു പോലീസ്. അപ്പോൾ എൻ്റെ മൊഴി എടുക്കാൻ വിളിച്ചപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ട്, അവർ അങ്ങനെ എൻ്റെ പരാതിക്കാരുമായിട്ട് അവർ സംസാരിച്ചിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ഞാനതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അവരുടെ പ്രൊസീജിയർ ആവും എന്ന് വിചാരിച്ച് എൻ്റെ മൊഴി എടുക്കാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിൽ മാത്രം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇതിൽ ഒരുപാട് അന്വേഷണത്തിൻ്റെ സംഗതികളില്ലല്ലോ. ആ കമൻറ്റുകളും കാര്യങ്ങളും നമ്മൾ രേഖയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കേസ് ചാർജ് ആവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെ ഭാഗങ്ങൾക്ക് കുറേ മുന്നോട്ട് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതിനുശേഷം എനിക്ക് മറുപടി വന്നു. പിന്നെ എൻ്റെ മൊഴി എടുക്കുന്ന സമയത്തുള്ള എൻ്റെ കയ്യിലുണ്ട് കേട്ടോ പരാതിയുടെ കോപ്പിയൊക്കെ ഉണ്ട്, ഞാനതൊക്കെ കാണിക്കാൻ തയ്യാറാണ്. പരാതിയുടെ എനിക്ക് കിട്ടിയ മറുപടിയുടെ കോപ്പിയെല്ലാം ഉണ്ട്. അപ്പോൾ അത് പ്രകാരം അവർ പറയുന്നുണ്ട്, എൻ്റെ കമൻറ്റ് പിൻവലിക്കാൻ പോലീസ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമൻറ്റ് അവർ പിൻവലിക്കുകയും അതോടുകൂടി ഈ പരാതി അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഇതാരാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം അവർക്ക് കൊടുക്കുന്നതെന്നുള്ള അറിയില്ല. അതിൽ പോലീസ് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കമൻറ്റ് പിൻവലിക്കുകയും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും SP പരാതി കൊടുത്തു. അപ്പോൾ അതിനുശേഷം ഇത് അവർ തിരൂർക്ക് കൊടുക്കുന്നു. DYSP മുന്നത്തെ അതേ തന്നെ എനിക്ക് മൊഴിപ്പാർപ്പുകൾ തരുന്നില്ല, യാതൊന്നും എനിക്ക് ഒരു റിപ്പോർട്ടും ഇല്ല, ഒന്നുമില്ല. അതിനുശേഷം എനിക്ക് മറുപടി വന്നത് ജൂൺ 12, 2024 എനിക്ക് 24 വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്. 5/5/2024 കൊടുത്തിട്ടുണ്ട്. 11/10/24 ഞാൻ തുടർച്ചയായിട്ട് ഫോളോ അപ്പും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ നവംബർ മാസത്തിൽ എനിക്ക് കിട്ടുന്ന പരാതിയിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസിന് കേസ് എടുക്കാൻ അധികാരമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എറണാകുളം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേഷനിൽ പോലീസ് കേസ് എടുത്ത് പ്രതിനെ ഇറക്കുന്ന രംഗം കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ഇത് ജാഗ്രതയോടു കൂടി കാണാനുള്ള കാരണം എന്ന് പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവർ അതിൽ റിപ്പോർട്ടിൽ എഴുതുന്നത്, അതായത് 11/11/24 എനിക്ക് എൻ്റെ ഈ പരാതി ക്ലോസ് ചെയ്തുകൊണ്ട്, അതായത് പോലീസിന് കേസ് എടുക്കാനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് അവർ ഈ പരാതി ക്ലോസ് ചെയ്തിട്ട് എനിക്ക് റിപ്പോർട്ട് തരികയാണ്.
അപ്പോൾ ഞാൻ അതേ ഉദ്യോഗസ്ഥർ തന്നെ വിളിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞു ഞാൻ പുതിയ ആളാണ്, എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ. പിന്നീട് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു, വീണ്ടും തുടർച്ചയായിട്ട് വീണ്ടും വിളിച്ചു. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം എന്താണ് ഇത് ക്ലോസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് തന്ന പരാതിയിൽ കാരണം നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അത്ര നല്ല രീതിയിലൊന്നല്ല പറഞ്ഞു തരുന്നുണ്ട്, അവർക്ക് സമയമില്ല എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് തന്ന പരാതിയിൽ അല്ല മറുപടിയിൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ പോലീസിന് കേസ് എടുക്കാനുള്ള അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് കേസ് എടുക്കാത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം. അപ്പം ഞാൻ പറഞ്ഞു പോലീസ് കേസെടുത്ത് കോടതി കൊടുത്ത് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു അതൊന്നും ഇവിടെ പറയണ്ട, വക്കീലന്മാരെല്ലാം പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതൊന്നും നോക്കിയിട്ടൊന്നും പോലീസ് സ്റ്റേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സോറി, വീഡിയോ ഒന്ന് കട്ടായി. അപ്പോൾ ഒരു ഹരാസ്മെൻറ്റ് പോലെയായിരുന്നു. അപ്പോൾ ഞാനിത് എന്താ ഇനി തുടർന്നും അപ്പോൾ ഇതിൻ്റെ മുന്നേ SP ഓഫീസിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ DGP ഓഫീസിൽ ട്രിവാൻഡ്രത്ത് ഡയറക്റ്റ് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ SP ഓഫീസിലാണ് നിങ്ങൾ പരാതി കൊടുക്കേണ്ടത്, ആദ്യം DYSPക്ക് കൊടുക്കണം, പിന്നെ SPക്ക് കൊടുക്കണം, പിന്നെ നിങ്ങൾക്ക് DGP ഓഫീസിൽ പരാതി തരാൻ സാധിക്കുമെന്നുള്ള എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ SP ഓഫീസിൽ പോയത്. പക്ഷേ അപ്പോഴൊന്നും എന്നോട് പറയുന്നില്ല, ആ സമയത്തൊന്നും ആരും തന്നെ എന്നോട് പറയുന്നില്ല ഞാൻ പോലീസിന് ഇതിൽ കേസെടുക്കാൻ അധികാരമില്ല എന്ന് പറയുന്നില്ല, എന്നെ മൊഴിയെടുക്കുന്ന സമയത്ത് പറയുന്നില്ല കേസെടുക്കാനുള്ള അധികാരമില്ല എന്നുള്ളത്. ഇത് പിന്നെ അപ്പോൾ പോലീസിന് കേസെടുക്കാൻ അധികാരം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിവുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ മാത്രം പരാതി ദീർഘിപ്പിച്ച് കൊണ്ടുപോയി, അതായത് 2023 കൊടുത്ത പരാതി 2025 ഞാൻ ഇങ്ങനെയൊരു സോണിൽ ഇരുന്ന് ഞാൻ സംസാരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഹണി റോസിന് നീതി എന്താ പറയുക ദ്രുതഗതിയിൽ തന്നെ അവർക്ക് നീതി ലഭിച്ചു. അവർക്ക് നീതി ലഭിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാനും ഹണി റോസ് അവരുടെ പ്രൊഫഷനായിട്ട് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കമൻറ്റുകളെല്ലാം കാണാറുണ്ട്. ഇനോഗ്രേഷനൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ, അതൊക്കെ അങ്ങനത്തെയൊക്കെ 3 വർഷം അവർ തന്നെ പറയുന്നത് ഞാൻ കേട്ടു. 3 വർഷമായിട്ട് അവരും അവരുടെ കുടുംബം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ കമൻറ്റുകളെ കൊണ്ടും ബുദ്ധിമുട്ടുകളെ കൊണ്ടും സോഷ്യൽ മീഡിയ വളരെയധികം ടോർച്ചർ ചെയ്യുന്ന പോലെയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് കെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതെന്നുള്ളത്. അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ ഹണി റോസിനെ പോലെ തന്നെ ഞാൻ പ്രവാസിയാണെന്നേ ഉള്ളൂ, ഹണി റോസ് ഇതിൻ്റെ പോലെ സെലിബ്രിറ്റി അല്ലാന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുള്ള എല്ലാ തരം അവകാശങ്ങളും എനിക്കും ഉണ്ട്. അവർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടു, പിന്നെ എന്താ ഭരണഘടനാധിഷ്ഠിതം ആ ലെവലിലുള്ളൊരിത് അവർക്ക് നീതി ലഭിച്ചതിൽ സന്തോഷം, മുഖ്യമന്ത്രിയോട് നന്ദിയെല്ലാം പറയുന്നതായിട്ടൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഇതേ അവകാശം എനിക്കും ഉണ്ട്, എനിക്കും ഉള്ളതല്ലേ, അപ്പോൾ എനിക്കും കിട്ടേണ്ടത് തന്നെയല്ലേ ഈ നീതി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടുള്ള അപേക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നീതി നടപ്പാക്കി തരൂ. അത് ആ ഒരു അപേക്ഷയാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത്. അതായത് പ്രവാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസിയാണ്, നമ്മളവിടെ പല പ്രാവശ്യങ്ങളും ഇതിനായിട്ട് പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വരുന്നു. നമുക്ക് പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നാട്ടിൽ നിന്ന് നേരിട്ട് കഴിഞ്ഞാൽ അതിനൊരു വ്യക്തമായൊരു എന്താ പറയുക ഒരു പരിഹാരം ലഭിക്കുന്നില്ല എന്നുള്ളത് പ്രവാസിയായ എൻ്റെ അനുഭവത്തിലുണ്ട്. എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രമല്ല, ഇതൊരു സബ്സ്റ്റാൻഷിയേറ്റ് മറ്റ് പ്രശ്നങ്ങൾ ഇത് ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്നതും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും ചെറിയ ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മറ്റ് പ്രശ്നങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായ രീതിയിലിട്ടൊരു കമൻറ്റാണ്. യഥാസമയം പോലീസോ അല്ലെങ്കിൽ അധികാരികളോ അല്ലെങ്കിൽ പിന്നെ അതാത് ഓഫീസുകളോ ഓരോ കാര്യങ്ങൾ എൻ്റെ പരാതികളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ നിയമം പ്രവാസിയായി എനിക്ക് ലഭിച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഒരു കമൻറ്റിലേക്ക് എത്തുമായിരുന്നില്ല. അതുപോലെ തന്നെ ഇതേ അനുഭവം തന്നെയും കുറേ പേർക്ക്. അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുടെ അടുത്തേക്ക് ഈ കാര്യം ഞാൻ എത്തിച്ചിട്ടില്ല എന്നുള്ള വാസ്തവം തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ SP ഓഫീസ് വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർ അറിയുന്നില്ല. അപ്പോൾ എനിക്കിത് അത് എല്ലാവരും ഷെയർ ചെയ്യണമെന്നും എനിക്ക് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു പരിഹാരം നിർദ്ദേശിക്കണമെന്നും ഞാനും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് വരാനും എല്ലാവർക്കും ഞാൻ തയ്യാറാണ്. എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകുന്ന ഇവിടെ നിൽക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി എനിക്ക് സാധ്യമല്ലാതെ വരികയാണ്. ഞാൻ ഇപ്പോഴും നാട്ടിൽ വന്നിട്ട് എനിക്ക് കുടുംബമായി ജീവിക്കുന്ന എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഹരാസ്മെൻറ്റുകളും നഷ്ടങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാ രീതിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ രേഖാസഹിതം രേഖാമൂലം തന്നെ ഞാൻ കാണിക്കുന്നതാണ്. ഇതിൻ്റെ പരാതികളിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ പരാതികളുടെ കോപ്പി എല്ലാം തന്നെ ഞാൻ പരാതികളുടെ കോപ്പി മാത്രമല്ല എനിക്ക് കിട്ടുന്ന മറുപടി പോലീസ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കാണുന്ന പ്രേക്ഷകർ സംശയിക്കരുത്. ഞാൻ എൻ്റെ കയ്യിൽ ആ തെളിവുണ്ട്, ഞാൻ അതും കാണിക്കാം. ഇപ്പം ഞാൻ അതിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് അത്രയും പ്ലാൻഡ് ആയിട്ട് ഞാൻ ചെയ്തതല്ല. പിന്നെ മാത്രമല്ല വീഡിയോ കുറേ ലെങ്തി ആക്കണ്ടെന്നും ഞാൻ എന്തായാലും നാളെ രാവിലെ ഞാൻ ഒന്നും കൂടി ഈ പരാതി ഞാൻ കൊടുക്കുന്നുണ്ട്. ആ പരാതി കൊടുത്തിട്ട് അതിൻ്റെ അതും എല്ലാം കൂടിയിട്ട് ഞാൻ വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാനും എല്ലാത്തിനും തയ്യാറാണ്. എനിക്കും നീതി ലഭിക്കുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എല്ലാവരും ഏതൊരു എനിക്ക് എന്താ പറയുക സാധാരണക്കാർക്ക് നീതി ലഭിക്കണമെന്ന് കുറേ പേരുടെ കമൻറ്റുകളിലും എല്ലാത്തിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു. കുറേ പേരൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോസിലും എല്ലാത്തിലും പറയുന്നുണ്ടായിരുന്നു പോലീസ് ഇത്ര വേഗം നടപടി എടുക്കുന്ന സ്ഥിതിക്ക് സാധാരണക്കാർക്കും കൂടി ഇത്തരത്തിലുള്ളൊരു നടപടി ഇത്തരത്തിലുള്ള നീതികൾ ലഭിക്കണം എന്നുള്ളതെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് ഇത് അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ബുദ്ധിമുട്ട് അത്ര ഇല്ല എന്ന് കണ്ടിട്ട് ബുദ്ധിമുട്ട് കുറവാന്നല്ല പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രീം ലെവല് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം കൂടിയിട്ട് എനിക്ക് താങ്ങാവുന്നതിലപ്പുറം ആയതുകൊണ്ട് ഞാൻ എന്താ വേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. എനിക്കും പരാതി കൊടുക്കണം, എനിക്കും മുഖ്യമന്ത്രി അവർകളെ വന്ന് കാണണമെന്നും എല്ലാം എനിക്കും മനസ്സിലാഗ്രഹമല്ല. എന്താ പറയുക, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്ന നിവാരണത്തിന് നമുക്ക് എന്തും ചെയ്യാനല്ല, നീതി തേടി നമ്മൾ പോവുമല്ലോ. ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഞാനും അതൊക്കെ ആലോചിച്ചതായിരുന്നു. എന്തായാലും എനിക്ക് നീതി ലഭിക്കുന്ന എനിക്ക് ഉറപ്പാണ്. നീതി ലഭിക്കും. എനിക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നല്ല എല്ലായിടത്തും എല്ലാവർക്കും നീതി ലഭിക്കട്ടെ എന്നുള്ളൊരു ആശംസയും പ്രത്യാശയോടും കൂടിയിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നീതി നടപ്പാക്കി തരും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാൻ ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഈ പരാതിയായിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഓരോരുത്തരുടെ പരാതികൾ നോക്കാനുള്ള ഒരു പൊസിഷനല്ലല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് സോഷ്യൽ മീഡിയ വഴി എല്ലാവരും ഹണി റോസിനെല്ലാം കൊടുക്കുന്ന സപ്പോർട്ട് സാധാരണക്കാർക്ക് കൂടി ലഭിക്കണം എന്നുള്ളതും സാധാരണക്കാർക്കും ലഭിക്കുന്നുള്ള ഉത്തമ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടിയിട്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്ഡേഷൻസ് ഞാൻ അറിയിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എന്നെ കാണുന്നതും എല്ലാവർക്കും തന്നെ താങ്ക് യു ഓൾ.